രാവിലെ എഴുന്നേറ്റ് കതവും തുറന്ന് നേരെ ഞാൻ ഇവരെ അടുത്തോട്ടാണ് ചെല്ലുന്നത് കേട്ടോ. ഇവരെ അഴിച്ച് വിട്ടതിന് ശേഷം ഞാൻ പിന്നെ അടുക്കളയിലോട്ട് കയറത്തുള്ളൂ. ഇവരെ അഴിച്ച് വിട്ട് ഇവരുടെ കൂടൊക്കെ വൃത്തിയാക്കി ഇവരുടെ പാത്രം എല്ലാം കഴുകി വെച്ചിട്ട് അതിന് ശേഷം ഞാൻ പിന്നെ കയ്യും കാലൊക്കെ കെട്ടി പെരക്കകത്ത് കയറി നമ്മുടെ ചായയിടലും കാര്യങ്ങളൊക്കെ തുടങ്ങത്തുള്ളൂ കേട്ടോ. എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് ഇവരിൽ നിന്നാണ്. അതുകൊണ്ട് അഴിച്ചു വിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ മിക്ക് കയറിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു വെയിൽ വെള്ളം കയറിയിരിക്കുമെന്ന് തോന്നുന്നു. നമ്മുടെ പഴയ വീട്ടിലെ കൂട്ട് ഇവിടെ ഓടിച്ചാടാൻ അത്ര അങ്ങോട്ട് സൗകര്യമില്ല കേട്ടോ. മറ്റേടത്ത് നമുക്ക് ഒത്തിരി സ്ഥലം ഉണ്ടായിരുന്നേ ഓടിച്ചാടിയവർക്കൊക്കെ നടക്കാനായിട്ട്. പക്ഷേ ഇവിടെ വന്നപ്പം കുറച്ച് സ്ഥലമേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ഒരു പോരാഴിയുണ്ട്. അമ്മ താണ്ട ഇന്ന് അവധി ദിവസമുണ്ട്, രാവിലെ ചൂലൊക്കെ ഇട്ട് ക്ലീനിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ റേഷൻ കടയിലെ ചുമന്ന അരിയാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്നലെ അത് വെള്ളത്തിലിട്ട് വെച്ചാണ് രാവിലെ കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ട്. ഒത്തിരി നാളായെന്ന് പറഞ്ഞാൽ ഒത്തിരി നാളായിട്ടുണ്ട് കേട്ടോ കുഴക്കട്ട ഉണ്ടാക്കി കഴിച്ചിട്ട്. അപ്പോൾ അമ്മ പറയുകയും ചെയ്തു കുറേ നാളായി നമുക്ക് നാളെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു നാഴി അരി എടുത്ത് ഞാൻ ഇന്നലെ രാത്രിയിലെ കുതുക്കാനിട്ടേ കേട്ടോ. അപ്പോൾ അത് അരച്ചിട്ട് അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങയും അതിനകത്തിട്ട് കുറച്ച് ജീരകവും കൂടി ഇട്ടിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഞാൻ നമ്മുടെ പഴയ വീട്ടിൽ ആയിരുന്നപ്പോൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അരകല്ലുണ്ടല്ലോ, അരകല്ലിലിട്ട് അരച്ചായിരുന്നു ഉണ്ടാക്കുന്നത്. അതിനാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കേട്ടോ. അതാകുമ്പോൾ ഒരുവിധം നമുക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടും. ഇത് കണ്ടിങ്ങനെ പൊടിഞ്ഞിരിക്കുന്നത് പോലെ തോന്നുമെങ്കിലും നമുക്ക് ഉരുട്ടി കുഴക്കട്ട പരുവത്തിൽ ഇങ്ങനെ എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ ആ തേങ്ങയും കൂടെ ഞാനൊന്ന് അരച്ചെടുത്ത് കേട്ടോ. അതുകൂടെ എടുത്തിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ടേ. കുറേ നേരം കൊണ്ട് ഞാൻ അടുക്കള കിടന്ന് ലച്ചുവേ ആശ ഇങ്ങോട്ടൊന്ന് വരുന്നടി എന്നും പറഞ്ഞ് കിടന്ന് വിളിക്കുക കേട്ടോ. വീഡിയോ ഒന്ന് എടുത്ത് തരാനായിരുന്നു. അപ്പോൾ കുറേ നേരം കൊണ്ട് വിളിച്ചിട്ടും കാണാനായിട്ട് ഞാൻ ചെന്നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചാണ്ട് വലിയ ജോലി ഒന്നും ചെന്ന് നോക്കിയപ്പോൾ ഉണ്ട് 2 വട്ടം മനസ്സിലാക്കി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. എന്തോ ചെയ്യാനെന്ന് പറയാം. അവധി ദിവസം നമ്മൾ വീഡിയോ എടുക്കുന്നത് പിള്ളേരൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് അത്യാവശ്യം നല്ല കാലാവസ്ഥയാണെന്ന് തോന്നുന്നു, വെയിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ ആവിയിലോട്ട് നമ്മുടെ ഈ നാഴി അരിയുടെ സാധനം കേട്ടോ, തേങ്ങയും ഒക്കെ ഇട്ടിട്ട് വരുമ്പോഴത്തേക്കിനും നമ്മുടെ ഈ ചുമന്നരി അങ്ങ് കുതിർന്ന് വരും കേട്ടോ. അങ്ങനെ കുഴക്കട്ട എല്ലാം ആവി കയറ്റി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സാധാരണ ഇത് നമ്മൾ പിന്നെ വെള്ളത്തിലിട്ട് പുഴുങ്ങിയിട്ട് ആ വെള്ളം ഉൾപ്പെടെ കുടിക്കുന്നത്. അതാണ് ടേസ്റ്റ് അതിന് കേട്ടോ. പിന്നെ പിള്ളേർ കഴിക്കത്തില്ലെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ ആവിയിലിട്ട് ഉണ്ടാക്കിയത് കേട്ടോ. എന്തായാലും ലച്ചുവിന് ഇഷ്ടപ്പെട്ടില്ല, ആഷ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ലച്ചു ഇച്ചിരിയെ കഴിച്ചുള്ളൂ. ലച്ചുവിന് പിന്നെ നല്ല പനിയായിട്ടിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.